നമസ്കാരം. പാവപ്പെട്ടവന് ഒരു വീട് എന്ന സ്വപ്നം എപ്പോഴും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനുവേണ്ടി അവൻ ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികളെയാണ്. സർക്കാർ പദ്ധതി എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പദ്ധതി PMAY ലൈഫ് പദ്ധതികളാണ്. പലതവണ ശ്രമിച്ചിട്ടും ഈ പദ്ധതികളിൽ നിന്ന് പല കാരണങ്ങളാൽ പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇടം പറ്റാൻ കഴിയാത്തവർക്ക് ആശ്രയിക്കാവുന്ന മറ്റൊരു പദ്ധതിയെക്കുറിച്ചാണ് വീഡിയോ. കുറഞ്ഞ വരുമാന വിഭാഗത്തിൽപ്പെട്ട നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ധനസഹായം ലഭിക്കുന്ന സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പദ്ധതിയുടെ തുകയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടുമാണ് പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് ഹൗസിംഗ് ബോർഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗൃഹശ്രീ പദ്ധതിയെക്കുറിച്ചാണ്. ഗൃഹശ്രീയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമെന്ന് മറ്റ് വീഡിയോകളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പദ്ധതിയുടെ വിശദാംശങ്ങളാണ് അവതരിപ്പിക്കുന്നത്. നേരത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് സർക്കാർ സബ്സിഡിയായി ലഭിക്കുന്നത് 2 ലക്ഷം രൂപ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 3 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട്. നേരത്തെ സ്പോൺസർമാരിൽ നിന്നുള്ള 1 ലക്ഷവും ഗുണഭോക്തൃ വിഹിതമായ 1 ലക്ഷവും ചേർത്ത് സർക്കാരിൻ്റെ 2 ലക്ഷവും ചേർത്ത് ആകെ 4 ലക്ഷമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സ്പോൺസർ കൊടുക്കുന്ന 1 ലക്ഷവും ഗുണഭോക്തൃ വിഹിതമായ 1 ലക്ഷവും സർക്കാർ സബ്സിഡിയായി നൽകുന്ന 3 ലക്ഷവും ചേർത്ത് ആകെ 5 ലക്ഷം രൂപ കൊണ്ടാണ് വീടിൻ്റെ നിർമ്മാണം നടത്തേണ്ടത്. 2025-26 സാമ്പത്തിക വർഷത്തെ ഗൃഹശ്രീ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് സ്പോൺസർമാരാകാൻ താല്പര്യമുള്ളവരിൽ നിന്ന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ലൈഫ് പദ്ധതിയിലൂടെ 4 ലക്ഷം കിട്ടുമ്പോൾ ഗൃഹശ്രീയിൽ നിന്ന് 3 ലക്ഷമേ ഉള്ളൂ എന്ന് ചിലരൊക്കെ ധരിച്ചേക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ 72,000 കൂടി ചേർത്താണ് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഇത് സർക്കാർ മാത്രം 3 ലക്ഷം രൂപ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3 ലക്ഷമെങ്കിലും കിട്ടുമല്ലോ, 3 ലക്ഷമെങ്കിൽ 3 ലക്ഷം അതെങ്കിലും കിട്ടുമല്ലോ എന്നോർത്ത് ഇതിലേക്ക് അപേക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും ചെറിയൊരു സഹായമെങ്കിലും ചെറിയ സഹായം. ഗൃഹശ്രീയിലേക്ക് അപേക്ഷിക്കുന്നവർ ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാവാൻ പാടില്ല. ഗൃഹശ്രീയിലേക്ക് അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് നോക്കാം. ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, ആധാരത്തിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും ഒറിജിനലും, റേഷൻ കാർഡിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, ബാധ്യതാ സർട്ടിഫിക്കറ്റ് അഥവാ കുടിക്കട സർട്ടിഫിക്കറ്റ്. അപേക്ഷകനും കുടുംബത്തിനും വാസയോഗ്യമായ വീടില്ല എന്ന് വ്യക്തമാക്കുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെയോ വില്ലേജ് ഓഫീസറുടെയോ സർട്ടിഫിക്കറ്റ്. അപേക്ഷകന് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നോ അതുപോലുള്ള മറ്റ് സർക്കാർ ഭവന പദ്ധതികളിൽ നിന്നോ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം. ഭൂമിയുടെ തണ്ടപ്പേര് രസീതും കരമടച്ച രസീതും. IFSC ഉൾപ്പെടെയുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നീ രേഖകളാണ് ആവശ്യമായി വരുന്നത്. SC/ST വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടി വരും. ഈ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ കടമ്പ എന്ന് പറയുന്നത് ഒരു സ്പോൺസറെ കണ്ടെത്തുക എന്നതാണ്. അത് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്നദ്ധ സംഘടനകളാകാം, അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളാകാം. അങ്ങനെ 1 ലക്ഷം രൂപ സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ളവരെ കണ്ടെത്തി അവരാണ് ആദ്യമായി ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. സ്പോൺസർമാരിൽ നിന്നാണ് ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നത്. അതിനുശേഷം സ്പോൺസർ ചെയ്യാനുള്ള അനുമതി ബോർഡിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ സ്പോൺസർ വിഹിതമായ 1 ലക്ഷം രൂപ അടച്ചതിൻ്റെ വിവരങ്ങളും ഗുണഭോക്താവിൻ്റെ വിവരങ്ങളും ഓൺലൈൻ പോർട്ടലിൽ ചേർക്കണം. അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ ശേഷം ഗുണഭോക്താവ് 1 ലക്ഷം രൂപ അടയ്ക്കണം. സ്പോൺസറുടെ അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞ് സർക്കാരിൽ നിന്ന് സബ്സിഡി അനുവദിക്കുന്ന മുറയ്ക്ക് വീട് പണിയുന്നതിനായി 4 ഗഡുക്കളായി തുക അനുവദിക്കും. സർക്കാരിൻ്റെ 3 ലക്ഷവും ഗുണഭോക്താവ് കൊടുത്ത 1 ലക്ഷവും സ്പോൺസർ കൊടുത്ത 1 ലക്ഷവും ചേർത്ത്
ആകെ 5 ലക്ഷം ലഭിക്കും. നേരത്തെ രേഖകളുടെ കാര്യം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വിട്ടുപോയി. പണിയാൻ പോകുന്ന വീടിന്റെ പരമാവധി വിസ്തീർണം 83 ചതുരശ്ര മീറ്റർ ആണ്. അതിൽ കൂടുതലാകാൻ പറ്റില്ല. രേഖകളുടെ കൂട്ടത്തിൽ 83 ചതുരശ്ര മീറ്റർ കുറഞ്ഞ പ്ലാൻ കൂടി ഹാജരാക്കേണ്ടതുണ്ട്. 3 ലക്ഷം രൂപ ധനസഹായം ലഭിക്കുന്ന പ്രസ്തുത പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകന് കുറഞ്ഞത് 2-3 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ടുണ്ടാവണം. സ്പോൺസർമാരെ കിട്ടാതെ വരുമ്പോൾ സ്വയം സ്പോൺസർമാരാകാനോ അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ടോ കുടുംബാംഗങ്ങളെ കൊണ്ടോ സ്പോൺസർ ചെയ്യിപ്പിക്കാനോ പാടില്ല. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്പോൺസർമാരാകാനും പറ്റില്ല. ഗുണഭോക്താവിന്റെ പേരിൽ സ്വന്തമായി ഭൂമിയുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ സ്പോൺസർ ഓൺലൈനിൽ അപേക്ഷിക്കാൻ പാടുള്ളൂ. അതിനുശേഷം അപേക്ഷിച്ചതിന്റെ കോപ്പി ഹൗസിംഗ് ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. അപേക്ഷയുടെ കോപ്പി സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വീട് നിർമ്മിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്ന ഗുണഭോക്താവിന്റെ രേഖകളെല്ലാം ഹാജരാക്കണം. രേഖകൾ എന്തൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ രേഖകളൊക്കെ ആവശ്യമായി വരും. ഏതെങ്കിലും കാരണവശാൽ സ്പോൺസർക്ക് ഗുണഭോക്താവിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഗഡു അനുവദിക്കുന്നതിന് മുമ്പേ ഹെഡ് ഓഫീസിൽ നിന്നും അനുവാദം വാങ്ങിക്കേണ്ടതാണ്. ഗുണഭോക്താവിനെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ഏത് ജില്ലയിലാണോ ആ ജില്ലയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വീഡിയോയിലൂടെ എന്തൊക്കെ വിശദീകരിച്ചാലും ഹൗസിംഗ് ബോർഡിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശത്തോളം ആകില്ല എന്നതുകൊണ്ട് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അതത് ജില്ലയിലെ ഹൗസിംഗ് ബോർഡ് ഓഫീസ് സന്ദർശിക്കുക എന്നതാണ്. അവിടെ നിന്നും പദ്ധതിയെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്പോൺസറെ കണ്ടെത്തി അപേക്ഷാ നടപടികളിലേക്ക് കടക്കുക. ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അവിടെ നിന്ന് ലഭിക്കും. ഒരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്തൃ ലിസ്റ്റിലോ മറ്റ് സർക്കാർ ഭവന പദ്ധതിയിലോ ഉൾപ്പെട്ടിട്ടുള്ളവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല. സ്പോൺസർ അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31 കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണമെന്നുള്ളവർ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ പോയി കാണാവുന്നതാണ്. ബുദ്ധി കൊണ്ട് പ്രയോഗിക്കാൻ പറ്റിയ 2 ഐഡിയകൾ ഞാൻ ഇതിനൊപ്പം ഷെയർ ചെയ്യണം. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്പോൺസറെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് കരുതുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ആകാൻ പാടില്ല, പരസ്പരം കുടുംബാംഗങ്ങൾ സ്പോൺസർ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ മുടക്കാൻ കഴിവുള്ള സ്പോൺസറെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കരുതുക. നമ്മുടെ ഫ്രണ്ട്സിനെയോ നമുക്ക് അടുപ്പമുള്ള മറ്റ് ആളുകളെ കൊണ്ട് നമ്മുടെ പൈസ എടുത്തുകൊണ്ട് തന്നെ അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാം അല്ലേ? അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വാസം. എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കുക. അത് നമ്മുടെ നിന്ന് 1 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കുക. അത് അങ്ങനെ ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് 2 ലക്ഷം രൂപ ഇല്ല, പക്ഷെ സ്പോൺസറെ കണ്ടെത്താൻ പറ്റി. അപ്പോൾ 1 ലക്ഷം രൂപ പോലും നമ്മുടെ അടുത്ത് ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ സ്പോൺസറെ കൊണ്ട് തന്നെ ആ 2 ലക്ഷം അത്ര കഴിവുള്ള സ്പോൺസറാണെന്നുണ്ടെങ്കിൽ ആ സ്പോൺസറെ കൊണ്ട് 2 ലക്ഷം രൂപ എടുപ്പിച്ചിട്ട് നമ്മുടെ വിഹിതം കൂടിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാം. അദ്ദേഹം സ്പോൺസറിനുള്ള 1 ലക്ഷം അടയ്ക്കുന്നതിനൊപ്പം നമ്മുടെ വിഹിതവും അദ്ദേഹം തന്നെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ സന്മനസ്സുള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, വീണ്ടും മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ.